നമുക്കിനി എന്താണ് ഒരു എൽ പി പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു ടു വേരിയബിൾ എൽ പി പ്രോബ്ലമാണ്. അതായത് രണ്ട് വേരിയബിൾസ് വരുന്ന എൽ പി പ്രോബ്ലം. അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാം? രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് സോൾവ് ചെയ്യാം. ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ n വേരിയബിൾസ് വരുന്ന ഒരു എൽ പി പ്രോബ്ലം എങ്ങനെയാണ് എന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ലെറ്റ് എക്സ് ബിലോങ്സ് ടു n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആൻഡ് എഫ് ഓഫ് എക്സ് gi of x are linear function given by f of x equal to summation j runs from 1 to n cj xj and gi of x equal to summation j runs from 1 to n aij xj minus bi, where aij bi cj belongs to R, which means real constants. J runs from 1 to n and I runs from 1 to m. അതായത് ഒരു n വേരിയബിൾസ് വരുന്ന എൽ പി പ്രോബ്ലം എങ്ങനെ വരിക എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു n വേരിയബിൾസ് വരുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ഉണ്ട് എന്ന് കരുതുക. പിന്നെ gi ഓഫ് എക്സ് I runs from 1 to m, അതായത് m നമ്പർ ഓഫ് gi's. ഓക്കെ, gi ഓഫ് എക്സ് അതും n വേരിയബിൾസിലുള്ള ഒരു ഫംഗ്ഷനാണ്, ലീനിയറാണ്. ഗിവൺ ബൈ ഈ ഫോമിൽ, അതായത് ഈ ഫോമിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n cj xj. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെക്ടറാണ്. ഓക്കെ, n കമ്പോണൻസ് വരുന്ന വെക്ടർ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xn, x1 x2 എക്സെട്ര xn എന്നുള്ള വെക്ടറിനെ എഫ് c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര cn xnക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. അതേപോലെ gi's എന്ന് പറഞ്ഞാൽ ഈ m ഫങ്ഷൻസ് gi ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ സമ്മേഷൻ j റൺസ് ഫ്രം 1 to n aij xj. അതായത് gi ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് bi, gi ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ai1 x1 പ്ലസ് ai2 x2 പ്ലസ് ai3 x3 പ്ലസ് എക്സെട്ര ain xn മൈനസ് bi. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫോർ i ഈക്വൽ ടു 1, അതായത് g1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ j റൺസ് ഫ്രം 1 to n a1j xj മൈനസ് b1. ഓക്കെ, അതായത് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര a1n xn മൈനസ് b1 എന്നുള്ള ഫോമിലുള്ള ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ എൽ പി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദി പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് എക്സ് നോട്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് സാറ്റിസ്ഫൈസ് ദി കൺസ്ട്രെയിൻസ് gi of x equal to 0, I runs from 1 to m and x greater than or equal to 0. ആ വെക്ടർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ കമ്പോണൻസ് x1 x2 എക്സെട്ര xn എന്നുള്ള എക്സിൻ്റെ കമ്പോണൻസ് നോൺ നെഗറ്റീവ് ആവാം. ഓക്കെ, ഇപ്പോൾ എൽ പി പ്രോബ്ലത്തിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം കണ്ടെത്താണ്. ഓക്കെ, ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ മിനിമമാണ് പറയുന്നത്. ഒരു പോയിൻ്റ് എക്സ് നോട്ട് കണ്ടെത്തണം. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന രീതിയിൽ ഫോർ ഓൾ എക്സ് സാറ്റിസ്ഫൈസ് ദി കൺസ്ട്രെയിൻസ്. ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളിൽ മിനിമം എവിടെയാണ് വരുന്നത്, ആ മിനിമം വരുന്ന പോയിൻ്റ് കണ്ടെത്തലാണ് നമ്മളുടെ എയിം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ gi ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന എക്സുകളുടെ കളക്ഷനിൽ. ഓക്കെ, g1 ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവണം, g2 ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവണം, എക്സെട്ര gn ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവണം. ആ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനിൽ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് gi ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള m കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന
പോയിൻറ്റ്സിൽ, അതായത് x1 x2 എക്സെട്ര xn എന്നുള്ള പോയിൻറ്റ്സിൽ എവിടെയാണ് മിനിമം വരുന്നത് എന്നാണ്, എഫിന് എവിടെയാണ് മിനിമം വരുന്നത് എന്നാണ് നമ്മളുടെ പ്രോബ്ലം ഓക്കെ കണ്ടെത്താൽ. ഈ മിനിമം വരുന്നത് എവിടെയാണെന്നാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ g(x)=0 എന്നുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. മോർ ഓവർ നമ്മളുടെ എക്സിലുള്ള കമ്പോണൻസ്, അതായത് x1 x2 എക്സെട്ര xn എന്നുള്ള വേരിയബിൾസ് നോൺ നെഗറ്റീവ് ആവണം, അതായത് >0 ആണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ എഫിന് എവിടെയാണ് മിനിമം വരുന്നത്, ആ മിനിമം വരുന്ന പോയിൻറ്റിനെ കണ്ടെത്തലാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, മിനിമം എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ള കേസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾക്ക് റിസൾട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണ് മിനിമം വരിക എന്നുള്ള, എവിടെയാണ് മിനിമം വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലത്തിനെ മെട്രിക്സ് ഫോമിലും റെപ്രസെൻ്റ് ചെയ്യുക, കാരണം ഇക്വേഷൻസ് ആണ്. നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെ എഴുതേണ്ടി വരും? എഫ് ഓഫ് എക്സ് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്റ്റ് ടു എ എക്സ് ഈക്വൽ ടു ബി. അതായത് എഫ് ഓഫ് എക്സിനെ നമുക്ക് മെട്രിക്സിൻ്റെ രണ്ട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, സമ്മേഷൻ ഫോം മാറ്റിയിട്ട്. എങ്ങനെ? സി എന്നുള്ള മെട്രിക്സിനെ റോ മെട്രിക്സ് C1 C2 എക്സെട്ര Cn എന്നും, എക്സ് എന്നുള്ളതിനെ x1 x2 എക്സെട്ര xn എന്നുള്ള റോ വെക്ടറിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, അതായത് കോളം വെക്ടർ x1 x2 എക്സെട്ര xn എന്ന് കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ C × x എന്ന് എഴുതാം. C × x എന്തായിരിക്കും? C1 x1 + C2 x2 എക്സെട്ര Cn xn. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതാം. അതേപോലെ തന്നെ gi(x)=0 എന്നുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷനിൽ കോൺസ്റ്റൻറ്റ് ടേംസ് മാത്രം വരുന്ന പോർഷനെ ആ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? എം ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അതായത് a1x1 + a2x2 + എക്സെട്ര a11x1 a12x2 + എക്സെട്ര a1n xn = b1. പിന്നെ a21 x1 + a22 x2 + എക്സെട്ര a2n = b2. ഇങ്ങനെ ഉള്ള എം ഇക്വേഷൻസ് കിട്ടും, എം ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ആ ലീനിയർ ഇക്വേഷനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ ഈ ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലീനിയർ ഇക്വേഷനെ നമുക്ക് ax = b എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതിൽ എ എന്നുള്ള മെട്രിക്സ് എന്തായിരിക്കും? a11 a12 എക്സെട്ര a1n, അത് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ a21 a22 എക്സെട്ര a2n എക്സെട്ര. mth റോ am1 am2 എക്സെട്ര amn. പിന്നെ എക്സ് എന്നുള്ളത് കോളം വെക്ടർ x1 x2 എക്സെട്ര xn = b എന്നുള്ള മെട്രിക്സ് കോളം മെട്രിക്സ് b1 b2 എക്സെട്ര bm. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൺസ്ട്രെയിൻസിൻ്റെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസിനെ, ചെയ്യേണ്ട കണ്ടീഷൻസിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. പിന്നെ x > 0. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ LP പ്രോബ്ലത്തിൻ്റെ മെട്രിക്സ് നൊട്ടേഷൻ, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഈസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് എഫ് ഓഫ് എക്സ് = cx എന്നുള്ള എഫ് എന്നുള്ള ഫംഗ്ഷന് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുക. അതിനെ നമ്മൾക്ക് മിനിമൈസ് ചെയ്യണം. ഇക്വേഷൻസ് 2 ഞാൻ മെട്രിക്സ് നൊട്ടേഷനിൽ 2 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്, മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ 2 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. അവിടെ ആ കൺസ്ട്രെയിൻസിനെ ആ ഇക്വേഷൻസിനെ നമ്മൾ കൺസ്ട്രെയിൻസ് എന്നാണ് പറയുക. ആ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾക്ക്, ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ എഫിന് എവിടെയാണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫിന് എവിടെയാണ് മിനിമം വരുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആൻഡ് 3 എന്ന് പറഞ്ഞാൽ x > (or = 0 ഈസ് ദി നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ആർ എന്ന് മാറ്റാം, ഈസ് ദി എന്നാക്കാം കേട്ടോ. ഇക്വേഷൻ 3 ഇൻഇക്വാളിറ്റി 3 ഈസ് ദി നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. അതായത് എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവാണ്.
ഇനി എഫ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻസിനെ നമ്മൾ കോസ്റ്റ് കോയിഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെർമിനോളജിയാണ്, മനസ്സിലാക്കി വെക്കുക. ഇത് കുറച്ച് നോട്ട്സാണ്. നോട്ട് 1, ഇഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദി എൽ പി പി എന്ന് പറഞ്ഞാൽ എൽ പി പ്രോബ്ലം, ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, എൽ പി പി ഈസ് ടു ബി മാക്സിമൈസ്ഡ്, ദെൻ വി മേ പുട്ട് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു psi of x which is to be minimized. സപ്പോസ് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം പറഞ്ഞത് എൽ പി പി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാണ്. സപ്പോസ് നമ്മളുടെ എയിം പ്രോബ്ലത്തിലുള്ള ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത്. അതായത് നമുക്ക് എഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ എവിടെയാണ് മാക്സിമം അച്ചീവ് ചെയ്യുന്നതെന്നാണ് കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, മൈനസ് എഫ് ഓഫ് എക്സ് എവിടെയാണ് മിനിമം വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ഒരു ഐഡിയ ആണ്. എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സിൻ്റെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. മാക്സിമൈസേഷൻ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ മിനിമൈസേഷൻ പ്രോബ്ലം ആക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫിൻ്റെ മാക്സിമം കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തിയാൽ മതി, മൈനസ് എഫിൻ്റെ മിനിമം കണ്ടെത്തിയാൽ മതി. ഓക്കെ, ആ മൈനസ് എഫിനെ ഞാൻ psi of x എന്ന് വിളിക്കുന്നുണ്ട്. ഇഫ് എ കൺസ്ട്രെയിൻറ്റ് ഈസ് ആൻ ഇൻഇക്വാളിറ്റി ദെൻ ഇറ്റ് ക്യാൻ ബി കൺവേർട്ട് ടു ആൻ ഇക്വേഷൻ ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ ജനറൽ ഫോം പറഞ്ഞു, അതിൽ കൺസ്ട്രെയിൻസ് നോക്കുക. കൺസ്ട്രെയിൻസ് ഒക്കെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, കൺസ്ട്രെയിൻസ് ഒക്കെ ഇക്വേഷൻസ് ആണ്. അതായത് GI of x ഈക്വൽ ടു 0 ഈക്വാലിറ്റി ആണ്, ഈക്വാലിറ്റി സൈൻ ആണ്. അപ്പോൾ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ തന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ ഇന്നീക്വാളിറ്റി ആണ് വരുന്നതെന്ന് കരുതുക. സപ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു ഇന്നീക്വാളിറ്റി ഒരു കൺസ്ട്രെയിനിൽ വരുന്നുണ്ട് എന്ന് കരുതുക. അതായത് നമ്മളുടെ വേരിയബിൾസ് ആ കൺസ്ട്രെയിനിൽ കൊടുത്താൽ ഒരു നമ്പറിനേക്കാളും ചെറുതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇന്നീക്വാളിറ്റീനെ ഇക്വാലിറ്റി ആക്കണം. ഇക്വാലിറ്റി ആക്കാൻ നമ്മൾ ഒരു വേരിയബിളിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, അതായത് നമ്മളുടെ പോയിൻറ്റ്സിൽ ആ GI of x വാല്യൂ ആ നമ്പറിനേക്കാളും ചെറുതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇക്വാലിറ്റി ആക്കണമെങ്കിൽ നമ്മൾക്ക് ആ നമ്മൾക്ക് ഓരോ പോയിൻറ്റ്സിലും നമ്മളുടെ ആ GI of x ഒരു നമ്പറിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, അതിൽക്ക് ഒരു വേരിയബിളിനെ ഒരു പോസിറ്റീവ് നമ്പറിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓരോ പോയിൻറ്റ്സിലും ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യാൻ വേണ്ടി. കാരണം എപ്പോഴും ചെറുതായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ഓരോ പോയിൻറ്റ്സിലും ഈക്വാലിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല, ഇൻഇക്വാലിറ്റി ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളുടെ ആ ഓരോ പോയിൻറ്റിലുള്ള GIൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതായത് ഒരു നമ്പറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ആ നമ്പർ അച്ചീവ് ചെയ്യാൻ ഈക്വാലിറ്റി സൈന് വരുത്താൻ നമ്മൾക്കൊരു പോസിറ്റീവ് നമ്പറിനെ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനെ നമ്മളൊരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുക. ഓരോ പോയിൻറ്റിലും ഓരോ വാല്യൂ ആയിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനൊരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ വേരിയബിൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മളുടെ ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ആയിരിക്കും. ഓക്കെ, ചെറുതായിരിക്കും ആ നമ്പറിനേക്കാളും. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂവിനെ നമുക്ക് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ വാല്യൂ ഓരോ പോയിൻറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു വേരിയബിളായിട്ട് കൊടുക്കുക. ആ വേരിയബിളിനെ നമ്മൾ സ്ലാക്ക് വേരിയബിൾ എന്നാണ് പറയുക. ഓക്കെ, ഇനി സപ്പോസ് നമ്മളുടെ ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് കരുതുക. അതായത് എന്താ പറയുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഓരോ പോയിൻറ്റ്സിലും നമ്മളുടെ ഇൻഇക്വാളിറ്റീൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള നമ്പറിനെ എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അതിനെ ഇക്വാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഓരോ പോയിൻറ്റ്സിലും നമ്മൾക്ക് ഓരോ പോസിറ്റീവ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇനി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആവുന്ന പോയിൻറ്റ്സിലേക്ക് നമ്മൾക്കൊരു പോസിറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഓരോ പോയിൻറ്റ്സിലൊക്കെ ആ നമ്പറിനേക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മളുടെ ഓരോ പോയിൻറ്റ്സിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ഇൻഇക്വാളിറ്റിൻ്റെ. അപ്പോൾ ഈ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഓരോ പോയിൻറ്റ്സിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുക. അതും ഒരു പോസിറ്റീവ് നമ്പറിനായിരിക്കും നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ
നമ്മൾ ആ വേരിയബിളിനെ ആ ഇന്നീക്വാളിറ്റിക്ക് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ആ ഇന്നീക്വാളിറ്റി ഇക്വാലിറ്റി ആയിട്ട് പോകും. ഓക്കെ, ഇക്വാലിറ്റി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം കിട്ടും അല്ലെങ്കിൽ ജനറൽ ഫോം കിട്ടും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ if a variable xk is unrestricted, then we may replace xk by xk1 minus xk2 where xk1, xk2 greater than or equal to 0. സപ്പോസ് ഇനി നമ്മളുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള നമ്മൾ തരുന്ന പ്രോബ്ലത്തിൽ ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനാണ്. അതായത് എക്സ് ആ വേരിയബിൾ എക്സ് കെ എന്നുള്ള വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെങ്കിൽ, സൈനിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, അതായത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, ഏത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാമെന്ന് കരുതുക. ഓക്കെ, പ്രോബ്ലത്തിൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോമിൽ നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആവണം. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്ന് കരുതാം. ഓക്കെ, നമ്മളുടെ പ്രോബ്ലത്തിൽ. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം കൺവേർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആവും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ആണ് ഉപയോഗിക്കുക. നമുക്ക് ഏതൊരു നമ്പറിനെയും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് കെ എന്നുള്ള വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെങ്കിൽ നമുക്ക് എക്സ് കെനെ രണ്ട് പോസിറ്റീവ് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, അതായത് നമ്മൾ ഈ കേസിൽ എക്സ് കെ ഈക്വൽ ടു എക്സ് കെ വൺ മൈനസ് എക്സ് കെ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ എക്സ് കെ വണ്ണും എക്സ് കെ ടുവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട്. ഓക്കെ, അപ്പോൾ എക്സ് കെക്ക് പകരം എക്സ് കെ വൺ മൈനസ് എക്സ് കെ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് കെ വണ്ണും എക്സ് കെ ടു നോൺ നെഗറ്റീവ് ആവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ വേരിയബിൾസൊക്കെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും സാറ്റിസ്ഫൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജനറൽ ഫോമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കുക. റൈറ്റ് ദി ഫോളോയിങ് എൽ പി പി ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം. ഒരു എൽ പി പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യണം. എൽ പി പ്രോബ്ലം നോക്കുക. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x1 plus x2 minus x3 subject to the constraints 2x1 minus 5x2 plus 3x3 less than or equal to 4, 3x1 plus 6x2 minus x3 greater than or equal to 2, x1 plus x2 plus x3 equal to 4, x1 comma x3 greater than or equal to 0, x2 is unrestricted, which means x2 എന്നുള്ള വേരിയബിൾ അല്ലെങ്കിൽ x2 എന്നുള്ള വെക്ടറിലുള്ള കമ്പോണൻസ് x2 എന്നുള്ള വേരിയബിളാണ്. x2 എന്നുള്ള വേരിയബിളിന് ഏത് വാല്യൂ എടുക്കാം. ഓക്കെ, അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ്. പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം 0 ആവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും മിനിമൈസേഷൻ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം മിനിമൈസേഷനാണോ നോക്കാം. മിനിമൈസേഷനാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ചേഞ്ച് ഒന്നും വരുത്തേണ്ട, അത് തന്നെ എടുക്കാം. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x1 പ്ലസ് x2 മൈനസ് x3. ഇനി സാറ്റിസ്ഫൈ ചെയ്യേണ്ട കൺസ്ട്രെയിൻസ് നോക്കുക. അതിനൊക്കെ ഈക്വാലിറ്റി ആയിട്ട് മാറ്റണം. അതിൽ മൂന്നാമത്തെ കൺസ്ട്രെയിൻ ഈക്വാലിറ്റിയാണ്. അപ്പോൾ അവിടെ സ്ലാക്ക് വേരിയബിൾസിനെ സർപ്ലസ് വേരിയബിളിനെ ആഡ് ചെയ്യണം, കൊടുക്കേണ്ടി വരില്ല. പക്ഷേ ഒന്നാമത്തെ കൺസ്ട്രെയിൻ നോക്കുക. അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇന്നീക്വാളിറ്റിയാണ് വരുന്നത്. ഓക്കെ, 2x1 മൈനസ് 5x2 പ്ലസ് 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ 2x1 മൈനസ് 5x2 പ്ലസ് 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അതായത് 4-നേക്കാളും ആ വാല്യൂ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വാലിറ്റി ആക്കിയിട്ട് മാറ്റാൻ നമ്മൾക്ക് ഈക്വൽ ടു 4 എന്നുള്ള രൂപത്തിൽ എഴുതാം. ഈക്വൽ ടു 4 എന്നുള്ള രൂപത്തിൽ എഴുതണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂവിനെ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പോസിറ്റീവ് വേരിയബിളിനെ നോൺ നെഗറ്റീവ് വേരിയബിളിനെ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ x4 എന്നുള്ളൊരു വേരിയബിളിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x1 മൈനസ് 5x2 പ്ലസ് 3x3 പ്ലസ് x4 ഈക്വൽ ടു 4. ഓക്കെ, x4 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി സെക്കൻഡ് ഇൻഈക്വാളിറ്റി നോക്കുക. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇതിവിടെ x4
സ്ലാക്ക് വേരിയബിളാണ്, കാരണം നമ്മൾ ഒരു പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി സെക്കൻഡ് ഇന്നീക്വാളിറ്റി നോക്കുക. കൺസ്ട്രെയിൻസിൽ വരുന്ന സെക്കൻഡ് കൺസ്ട്രെയിൻ 3x1 പ്ലസ് 6x2 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ 3x1 പ്ലസ് 6x2 മൈനസ് x3 എന്നുള്ള വാല്യൂ 2-നേക്കാളും എക്സീഡ് ചെയ്യും. ഓക്കെ, 2-നേക്കാളും എക്സീഡ് ചെയ്യണം. 2 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ വരണം. അപ്പോൾ നമ്മൾ അതിനെ ഇക്വാലിറ്റി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പോസിറ്റീവ് വാല്യൂ എപ്പോഴും ഡിഫറൻസ് വരും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ആ വാല്യൂവിന് നമ്മൾ ഓരോ പോയിൻറ്റ്സിലും സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂവിനെ നമ്മളെപ്പോഴും ഈ ഇന്നീക്വാളിറ്റിയിൽ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഇന്നീക്വാളിറ്റി മാറിയിട്ട് ഇക്വാലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഞാൻ x4 എന്നുള്ളൊരു പോസിറ്റീവ് അല്ല നോൺ നെഗറ്റീവ്, ഒരു നോൺ നെഗറ്റീവ് വാല്യൂവിനെ നമ്മൾ എപ്പോഴും സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഈക്വാലിറ്റി സൈന് ഹോൾഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 3x1 പ്ലസ് 6x2 മൈനസ് x3 മൈനസ് x5 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ അവിടെ ഈക്വാലിറ്റി ആയി. പിന്നെ x1 x2 x3 x1 x2 x3 നോക്കുക. അപ്പോൾ x1 x2 x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 4 അവിടെ ഈക്വാലിറ്റിയാണ്, അവിടെ മാറ്റമൊന്നും വരുത്തണ്ട. പിന്നെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷേ x2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനാണ്. ഓക്കെ, അതായത് x2 എന്നുള്ള വേരിയബിളിന് പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് ചൂസ് ചെയ്യുക, 0യും വരാം. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഉപയോഗിക്കുക. നമ്മൾ ഏതൊരു നമ്പറിന് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ റിയൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ ഏതൊരു നമ്പറിനെയും നമുക്ക് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ആ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? x2 എന്നുള്ള വേരിയബിളിനെ രണ്ട് പോസിറ്റീവ് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രണ്ട് x2നെ ഞാൻ x21 മൈനസ് x22 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ x21ഉം x22ഉം നോൺ നെഗറ്റീവ്. അപ്പോൾ ഇതും കൂടെ ചെയ്താൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ആവും പ്രോബ്ലം. അപ്പോൾ അത് കൊടുക്കുക. നമുക്കിനി ചെയ്യാൻ ബാക്കിയുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എത്തിയ സ്റ്റെപ്പിൽ x2 എന്നുള്ള വേരിയബിളിനാണ് പ്രശ്നം. ഈക്വാലിറ്റി സൈനൊക്കെ ആക്കിയിട്ടുണ്ട്, മിനിമൈസേഷൻ പ്രോബ്ലമാണ്. ഓക്കെ, മിനിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ x2ൻ്റെ പ്രശ്നം കൂടെ ഒഴിവാക്കിയാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ x2 ഈക്വൽ ടു x21 മൈനസ് x22 എന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റാൻഡേർഡ് ഫോമിലാവും. അപ്പോൾ നോക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. x2 വരുന്നിടത്തൊക്കെ x21 മൈനസ് x22. ഓക്കെ, x21ഉം x22ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ സ്ലാക്ക് വേരിയബിൾ സർപ്ലസ് വേരിയബിളൊക്കെ നോൺ നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ കൊടുത്താൽ നമ്മളുടെ പ്രോബ്ലം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഈ ജനറൽ ഫോമിലാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും സോൾവ് ചെയ്യാൻ തരുന്ന പ്രോബ്ലം സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിക്കോണമെന്നില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണ്ടി വരും ചെയ്യാൻ. ഓക്കെ, 2 വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, മോർ ദാൻ 2 വേരിയബിൾസ് വരുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ജനറലായിട്ടൊരു മെത്തേഡ് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസാണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഒരു LP പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഞാൻ എല്ലാ കേസും തൊട്ട് മുന്നുള്ള പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, തന്നിട്ടുള്ള പ്രോബ്ലം മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോമിൽ ജനറൽ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ മിനിമൈസേഷൻ ആക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമുക്ക് -1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ,
അതാണ് എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആൻസർ ഇവിടെ സോൾവ് ചെയ്ത പ്രോബ്ലം നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഫീസിബിൾ സൊല്യൂഷൻ ഒരു ഡെഫിനിഷൻ: എ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ ഫീസിബിൾ സൊല്യൂഷൻ. അതായത് ഒരു LP പ്രോബ്ലം തന്നിട്ടുണ്ടെന്ന് കരുതുക. സ്റ്റാൻഡേർഡ് ഫോമിൽ അതിൽ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സൊല്യൂഷൻ. ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷനെ, അതായത് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിൻ്റെ കളക്ഷനെ നമ്മൾ SF എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, മെട്രിക്സ് ഫോമിലാണ്. ഓക്കെ, തന്നിട്ടുള്ളത് കൺസ്ട്രെയിൻസ് എ എക്സ് ഈക്വൽ ടു ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഒരു സൊല്യൂഷനെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ആ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷനെ നമ്മൾ SF എന്ന് ഡിനോട്ട് ചെയ്യും. ചില കേസിൽ ഫീസിബിൾ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യാതെ നിൽക്കാം. ഓക്കെ, എം ടി ആവാതൊക്കെ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാതൊക്കെ, അതായത് SF എം ടി ആവുന്ന കേസും എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ LP പ്രോബ്ലത്തിനും ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്തോണമെന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ SF എം ടി ആവുന്ന കേസും വരാമെന്നർത്ഥം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലമാണ്. ഷോ ദാറ്റ് SF ഈസ് എ കോൺവെക്സ് സെറ്റ്. അതായത് ഒരു LP പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ കോൺവെക്സ് സെറ്റാണ് പ്രൂവ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. ഇപ്പോൾ നോക്കാം. സപ്പോസ് SF ഈസ് കളക്ഷൻ, SF എന്നുള്ള ഫീസിബിൾ സൊല്യൂഷൻ്റെ കളക്ഷൻ എം ടി ആണെങ്കിൽ അത് ട്രിവിയലി കോൺവെക്സ് സെറ്റ് ആവും. എല്ലാ MT സെറ്റും കോൺവെക്സ് സെറ്റാണ്. ഓക്കെ, സപ്പോസ് നോട്ട്, അല്ലെങ്കിൽ SF കോൺവെക്സ് അല്ലെങ്കിൽ, ഓക്കെ, രണ്ട് പോയിൻറ്റ്സ് XFൽ ഉണ്ട് എന്ന് കരുതുക. ഒറ്റ പോയിൻ്റ് ആണെങ്കിൽ ട്രിവിയലി കോൺവെക്സ് സെറ്റ് ആവും. സപ്പോസ് X1ഉം X2ഉം മോർ ദാൻ 1 പോയിൻ്റ് ഉണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ SFൽ നോൺ MT ആണ് കൺസിഡർ ചെയ്താൽ. ഓക്കെ, നോൺ MT ആണ്. നമ്മൾ രണ്ട് സൊല്യൂഷൻസിനെ SF എന്ന് കൺസിഡർ ചെയ്യുക, രണ്ട് വെക്റ്റേഴ്സിനെ. ഓക്കെ, ലെറ്റ് X1, X2 ബിലോങ്സ് ടു SF. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും X1ൻ്റെയും X2ൻ്റെയും ക്യാപിറ്റൽ നൊട്ടേഷൻ കൊടുക്കുക. കാരണം X1 X2 SFൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം X1ൻ്റെയും X2ൻ്റെയും കമ്പോണൻസ് സൊല്യൂഷൻസ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, X1ൻ്റെ കമ്പോണൻസ് ഒരു സൊല്യൂഷനാണ്, X2ൻ്റെ കമ്പോണൻസ് ഒരു സൊല്യൂഷനാണ്, വെക്റ്റേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ആർബിട്രറി വെക്റ്റേഴ്സ് SF എന്ന് കൺസിഡർ ചെയ്താൽ ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ SFൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SF കോൺവെക്സ് സെറ്റാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ട് പോയിൻറ്റ്സിനെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, X1ഉം X2ഉം. ഇനി X1ൻ്റെയും X2ൻ്റെയും ആർബിട്രറി ആയിട്ടുള്ള ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാംഡനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 എന്ന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, X1ഉം X2ഉം SFലായതുകൊണ്ട് തന്നെ X1ഉം X2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ബൈ ഡെഫിനിഷൻ ഓഫ് SF അത് X1ൻ്റെയും X2ൻ്റെയൊക്കെ കമ്പോണൻസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വെക്റ്റർ 1 - λ X1 + λ X2 SFൽ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 1 - λ X1 + λ X2 SFൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? 1 - λ X1 + λ X2 എനോട് മൾട്ടിപ്ലൈ ചെയ്താൽ B ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കമ്പോണൻസൊക്കെ 1 - λ X1 + λ X2ൻ്റെ കമ്പോണൻസ് അതൊരു വെക്ടർ ആയിരിക്കും. അതിൻ്റെ കമ്പോണൻസൊക്കെ നോൺ നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് SFൽ ഉണ്ടാകും. അതാണ് SFൻ്റെ ഡെഫിനിഷൻ. SF എന്താണ്? സെറ്റ് ഓഫ് ഓൾ X
സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ കൺസിഡർ ചെയ്യുക, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എ ഇൻറ്റു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 കൺസിഡർ ചെയ്യുക. അപ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. ആദ്യം 1 മൈനസ് ലാംഡനെ x1ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ x1നെ 1 മൈനസ് ലാംഡൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ x1 മൈനസ് ലാംഡ x1 വരും പ്ലസ് ലാംഡ x2. ഓക്കെ, അവിടെ ഓക്കെ എന്നിട്ട് എ എന്നുള്ള മെട്രിക്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പോൾ പിന്നെ എനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് AX1 മൈനസ് എ ലാംഡ x1 പ്ലസ് എ ലാംഡ x2 എന്ന് കിട്ടും. AX1 എന്തിന് ഈക്വലാണ്? ബിക്ക് ഈക്വലാണ്. കാരണം x1 SF-ലെ ഒരു പോയിൻ്റാണ്, ഒരു വെക്ടറാണ്. അപ്പോൾ AX1 ബി ആയിരിക്കും. അതേപോലെ തന്നെ AX2 ബി ആയിരിക്കും. ഓക്കെ, കാരണം x2 SF-ലെ പോയിൻ്റാണ്. അപ്പോൾ XF-ലെ എല്ലാ പോയിൻറ്റ്സും AX ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ AX1 ബി മൈനസ് ലാംഡ ബി പ്ലസ് ലാംഡ ബി ഈക്വൽ എന്ന് വരും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അവിടെ അപ്പോൾ AX ഈക്വൽ ടു AX1 എന്നുള്ള അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ ഓക്കെ അതാണ് കറക്റ്റ് സ്റ്റെപ്പ്. ബി മൈനസ് ലാംഡ ബി പ്ലസ് ലാംഡ ബി ഈക്വൽ ടു ബി. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനെ എനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി കിട്ടുന്നുണ്ട് എന്ന് പറയാം. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് പ്രൂവ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്കറിയാം x1ൻ്റെയും x2ൻ്റെയും കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. ഓക്കെ, x1ൻ്റെയും x2ൻ്റെയും കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ലാംഡ നോൺ നെഗറ്റീവ് ആണ്. മോറോവർ 1നെക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ 1 മൈനസ് ലാംഡ നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷനിലുള്ള എല്ലാ വാല്യൂസും 1 മൈനസ് ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ x2 എന്നുള്ള എക്സ്പ്രഷനിലുള്ള എല്ലാ എൻട്രീസും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം അവിടെയുള്ള എല്ലാ എൻട്രീസ് 1 മൈനസ് ലാംഡ പോസിറ്റീവാണ്, നോൺ നെഗറ്റീവാണ്. x1ലുള്ള കമ്പോണൻസൊക്കെ നോൺ നെഗറ്റീവാണ്. ലാംഡ നോൺ നെഗറ്റീവാണ്. x2ലുള്ള കമ്പോണൻസൊക്കെ നോൺ നെഗറ്റീവാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിലുള്ള എല്ലാ നമ്പേഴ്സും എൻട്രീസും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ SF-ൽ ഉണ്ടാവും. ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട് x1ഉം x2ഉം ആർബിട്രറി ചോയ്സാണ്. അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനും ആർബിട്രറി ചോയ്സാണ്. അപ്പോൾ ഈ സെറ്റ് SF എന്നുള്ള സെറ്റ് കോൺവെക്സ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ചെറിയൊരു തിയറാണ് റിസൾട്ട്. നമ്മളുടെ ഒരു LP പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ SF ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പോളിടോപ്പ് ആയിരിക്കും. ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ്, ഇത് നിങ്ങൾ ജോമെട്രി മനസ്സിലാക്കുക. ഒരു പോളിടോപ്പ് അല്ല, പോളിടോപ്പ് ബൗണ്ടഡ് ബിലോ. ഓക്കെ, ആ സെറ്റ് എന്ന് പറഞ്ഞാൽ പോളിടോപ്പ് ആയിരിക്കും. അതായത് ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സെറ്റിന് ഒരു വെർട്ടെക്സ് ഉണ്ടാവും. അത് നിങ്ങൾക്കറിയേണ്ട റിസൾട്ടാണ്. ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റിന് പോളിടോപ്പിന് ഒരു ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള ഒരു പോളിടോപ്പിന് ഒരു വെർട്ടെക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൂഫ് എളുപ്പമാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഡെഫിനിഷൻസ് പറയാനുണ്ട്. നോക്കുക. ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ലെറ്റ് എക്സ് ബിലോങ്സ് ടു EN, ഒരു യൂക്ലിഡിയൻ സ്പേസ്, n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് EN കൺസിഡർ ചെയ്യുക. അതിലൊരു പോയിൻറ്റ് എക്സ്, ലെറ്റ് എക്സ് ബിലോങ്സ് ടു EN ആൻഡ് C നോട്ട് ഈക്വൽ ടു 0 ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ
be a constant value n vector, constant value n vector, fix sorry ഇങ്ങനെ എഴുതുക, c not equal to be a constant value ഫിക്സ്ഡ് വെക്റ്റർ, അതിൻ്റെ ബ്രാക്കറ്റിൽ n വെക്റ്റർ എന്ന് കൊടുക്കുക, n കമ്പോണൻസ് ഉള്ള വെക്റ്റർ. ഓക്കെ, ആൻഡ് ആൽഫ ബിലോങ്സ് ടു ആർ. ദെൻ വി ഡിഫൈൻ ഹൈപ്പർ പ്ലെയിൻ. ഹൈപ്പർ പ്ലെയിൻ നിങ്ങൾ ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടാവും, അവിടെ ഒന്ന് റെഫർ ചെയ്യുക. ഹൈപ്പർ പ്ലെയിൻ, ഇവിടെ നമ്മൾ ഹൈപ്പർ പ്ലെയിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത് നോക്കുക. n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിലുള്ള ഹൈപ്പർ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ വരുന്ന സെറ്റ്സ് ആണ്. x ബിലോങ്സ് ടു en സച്ച് ദാറ്റ് cx ഈക്വൽ ടു ആൽഫ. ഓക്കെ, അതായത് വെക്റ്റർ x1 x2 എക്സെട്ര xn ബിലോങ്സ് ടു en സച്ച് ദാറ്റ് c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര cn xn ഈക്വൽ ടു ആൽഫ. ഓക്കെ, ഫോർ എ ഫിക്സ്ഡ് ആൽഫ. ഇങ്ങനെ ഈ c1 x1 ci's ഒക്കെ ഫിക്സ്ഡ് നമ്പേഴ്സാണ്. c1 x1 c2 x2 എക്സെട്ര cn xn ഈക്വൽ ടു ആൽഫ ആവുന്ന രീതിയിൽ വരുന്ന വെക്റ്റേഴ്സിൻ്റെ കളക്ഷന് ഈ രൂപത്തിൽ വരുന്ന കളക്ഷനെ നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ക്ലോസ്ഡ് ഹാഫ് സ്പേസ്. ഓക്കെ, ഈ കേസിൽ തന്നെ നമ്മൾ ഈ n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് കൺസിഡർ ചെയ്യുക. അതിലൊരു വെക്റ്റർ എക്സ്, ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ en സച്ച് ദാറ്റ് cx ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഈ സെറ്റിന് നമ്മൾ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്നാണ് പറയുക. ഓക്കെ, ക്ലോസ്ഡ് ഹാഫ് സ്പേസ്. ഓക്കെ, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു en cx ലെസ് ദാൻ ആൽഫ. ഇതിന് ഈ ഫോമിൽ വരുന്ന സെറ്റ്സിനെ ഓപ്പൺ ഹാഫ് സ്പേസ് എന്നാണ് പറയുക. ഇനി നമ്മളുടെ തിയറത്തിൻ്റെ പ്രൂഫ് നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു LPP തന്നാൽ അതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ SF ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം, കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് പോളിടോപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ബൗണ്ടഡ് ബിലോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൗണ്ടഡ് ബിലോ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ ട്രിവിയലി അതിനൊരു വെർട്ടെക്സ്, അത് നമുക്ക് അറിയേണ്ട കാര്യമാണ്, അതിനൊരു വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യും. അതിൽ നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, കോൺവെക്സ് സെറ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. SF കോൺവെക്സ് സെറ്റാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, SF എം ടി ആണെങ്കിൽ ഇതൊക്കെ ട്രിവിയലി ഹോൾഡ് ചെയ്യും. അപ്പോൾ എം ടി ആവുന്ന കേസിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, ട്രിവിയലി ഹോൾഡ് ചെയ്യും. ഓക്കെ, സോറി, എം ടി ആകുമ്പോൾ ട്രിവിയലി ഹോൾഡ് ചെയ്യുമോ, വെർട്ടെക്സ് ഉണ്ടാവില്ല. ഓക്കെ, എം ടി ആകുമ്പോൾ വെർട്ടെക്സ് ഉണ്ടാവില്ല, അവിടെ കട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ തിയറത്തിൽ നോൺ എം ടി ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ SF നോൺ എം ടി ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കും, അതായത് പോളിടോപ്പ് ആയിരിക്കും, ബൗണ്ടഡ് ബിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഒരു വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ബൗണ്ടഡ് ബിലോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കൺസിഡർ ചെയ്യുക ദി സെറ്റ് SF കൺസിഡർ ചെയ്യുക, സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ്. ഓക്കെ, ഒരു LP പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അതിൽ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ SF കൺസിഡർ ചെയ്യുക. അത് നോൺ എം ടി ആണ്, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ SF എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ M ഇക്വേഷൻസ്, കൺസ്ട്രെയിൻസിലുള്ള M ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സും സെക്കൻഡ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സും അങ്ങനെയുള്ള M കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഓരോ കൺസ്ട്രെയിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും SF. മോറോവർ പിന്നെ കമ്പോണൻസ് എക്സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമാണ്. ഓക്കെ, അതായത് നമ്മളുടെ SF എന്നുള്ള സെറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ദി സെറ്റ് SF ഈസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഹൈപ്പർ പ്ലെയിൻസ് GI of xi equal to bi, I runs from 1 to m, and the set x equal to h equal to set of all
എക്സ് ബിലോങ്സ് ടു ഇ എൻ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എസ് എഫ് എന്നുള്ള സെറ്റ് നമ്മളുടെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഓരോ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഹൈപ്പർ പ്ലെയിൻസ്. ഓക്കെ, ആ സെറ്റ്സൊക്കെ ഹൈപ്പർ പ്ലെയിൻസ് ആയിരിക്കും. നമ്മൾ ഹൈപ്പർ പ്ലെയിൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പർ പ്ലെയിൻസ് ഇൻ്റർസെക്ഷൻ ഓഫ് ഹൈപ്പർ പ്ലെയിൻസ് ജി ഐ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഐ. ഓക്കെ, അതാണ് സെറ്റ് ഓഫ് ഓൾ നമ്മൾ ജി ഐ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഈ ഫോമിലായിരിക്കും അല്ലേ. C1x1 പ്ലസ് ith കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ CIx1 പ്ലസ് ഇങ്ങനെ പറയാം, സി അല്ല, AI1 x1 പ്ലസ് AI2 x2 പ്ലസ് എക്സെട്ര AIN ഈക്വൽ ടു BI സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ. അതൊരു ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും. ഈ ഫോമിലുള്ള ഒരു സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എൻ സച്ച് ദാറ്റ് സി എക്സ് ഈക്വൽ ടു ആൽഫ. ഇവിടെ സി എന്നുള്ള മെട്രിക്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ വരുന്ന കോയിഫിഷ്യൻസ് എന്തായിരിക്കും, AI1 AI2 എക്സെട്ര AIN. ഓക്കെ, സി എന്നുള്ള മെട്രിക്സ് AI1 AI2 എക്സെട്ര AIN. ആൽഫ എന്തിന് ഈക്വൽ ആയിരിക്കും, BI. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഓരോ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഹൈപ്പർ പ്ലെയിൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർ പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനും പിന്നെ അവസാനത്തെ കണ്ടീഷൻ എന്താണ്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എൻ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർ പ്ലെയിൻസിൻ്റെയും ഈ എച്ചിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിരിക്കും എസ് എഫ്. ഓക്കെ, ഈ ഹൈപ്പർ പ്ലെയിൻസൊക്കെ ക്ലോസ്ഡ് സെറ്റാണ് ബൈ ഡെഫിനിഷൻ. ഓക്കെ, ഹൈപ്പർ പ്ലെയിൻസൊക്കെ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത എച്ച് എന്നുള്ള സെറ്റും ക്ലോസ്ഡ് സെറ്റാണ്. ഇ എന്നിൽ ക്ലോസ്ഡ് സെറ്റ്സ് ആണ് യൂഷ്വൽ മെട്രിക്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനാണ്, ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഇൻ്റർസെക്ഷനും ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസ് എഫ് എന്നുള്ള സെറ്റ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷനായി ക്ലോസ്ഡ് ആണ് എസ് എഫ്. കോൺവെക്സ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ, ബൗണ്ടഡ് ബിലോ ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ ക്ലിയറായി. ബൗണ്ടഡ് ബിലോ ആവുമോ നോക്കുക. സെറ്റ് ഓഫ് ഓൾ എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, അത് നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരും. ഓക്കെ, ക്വാഡ്രൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആയിട്ട് വരുന്ന ആ ക്വാഡ്രൻറ്റ്, ആ സെറ്റ്. ഓക്കെ, ആ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണ് അല്ലേ, ബൗണ്ടഡ് ബിലോ ആണ്. ബൗണ്ടഡ് ബിലോ എന്ന് മീൻസ് അതിലെ ആ സെറ്റിലുള്ള എല്ലാ കമ്പോണൻസും ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, ഒരു ഇ എന്നുള്ള സെറ്റിൻ്റെ സബ്സെറ്റ് ബൗണ്ടഡ് ബിലോ അല്ലെങ്കിൽ ബൗണ്ടഡ് എബോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിലെ കമ്പോണൻസ് ബൗണ്ടഡ് ബിലോ അല്ലെങ്കിൽ ബൗണ്ടഡ് എബോ. ഓക്കെ, അപ്പോൾ എച്ച് എന്നുള്ള സെറ്റിലെ എല്ലാ കമ്പോണൻസും ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, എച്ചിൻ്റെ ഒരു സബ്സെറ്റാണ് എസ് എഫ്. കാരണം എച്ച് ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് എസ് എഫ് കിട്ടുന്നത്. അപ്പോൾ എസ് എഫ് എച്ചിൻ്റെ ഒരു സബ്സെറ്റാണ്. എച്ച് ബൗണ്ടഡ് ബിലോ ആണ്, അതുകൊണ്ട് എസ് എഫും ബൗണ്ടഡ് ബിലോ ആവും. ഓക്കെ, അപ്പോൾ തേർഡ് കണ്ടീഷനുമായി ക്ലോസ്ഡ് ആണ്, കോൺവെക്സ് ആണ് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ബൗണ്ടഡ് ബിലോ ആണ്. അതായത് എസ് എഫ് പോളിടോപ്പാണ്. ഓക്കെ, പോളിടോപ്പാണ്, ബൗണ്ടഡ് ബിലോ ആണ്, അതുകൊണ്ട് തന്നെ അതിനൊരു വെർട്ടെക്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് പ്രൂഫ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.